നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം സജീവം. പരിമിതികൾ തടസ്സമാകുന്നു. ബസ് സ്റ്റേഷന്റെ നവീകരണത്തിന് 20 ലക്ഷം രൂപയുടെ ടെൻഡർ പൂർത്തിയായതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ശാസ്താംകോട്ട BRCയുടെ നേതൃത്വത്തിൽ ചങ്ങാതിക്കൂട്ടം. ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്കായുള്ള സൗഹൃദ കൂട്ടായ്മയാണ് ചങ്ങാതിക്കൂട്ടം. വിദ്യാർത്ഥികളുടെ വീട്ടിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുചേർന്നു. ഉല്ലാസ് പദ്ധതി അക്ഷരകേരളം ജനകീയ ഡിജിറ്റൽ സർവേയുടെ ജില്ലാതല ഉദ്ഘാടനം പടിഞ്ഞാറെ കല്ലടയിൽ. സാക്ഷരതാ മിഷൻ അതോറിറ്റിയാണ് പദ്ധതി സംഘടിപ്പിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം സജീവമായി. എന്നാൽ പരിമിതികൾ തടസ്സമാകുന്നു. ഇതേസമയം ബസ് സ്റ്റേഷന്റെ നവീകരണത്തിന് 20 ലക്ഷം രൂപയുടെ ടെൻഡർ പൂർത്തിയായതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഏറെ കാത്തിരിപ്പിനൊടുവിൽ പ്രവർത്തനം ആരംഭിച്ച ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം സജീവമായപ്പോഴും പരിമിതികൾ തടസ്സമാവുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 1 മുതലാണ് ഭരണിക്കാവ് ബസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമായത്. സ്വകാര്യ ബസ്സുകളും KSRTCയും ബസ് സ്റ്റേഷനിൽ പ്രവേശിച്ചതോടെ പൊതുജനവും സ്റ്റാൻഡ് ഏറ്റെടുത്തു. ഇതോടെ ഭരണിക്കാവ് ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിനും ഒരു പരിധിവരെ പരിഹാരമായി. സ്റ്റാൻഡിന്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ടു പോകുമ്പോഴും പരിമിതികൾ അലട്ടുകയാണ്. മഴക്കാലമായതോടെ സ്റ്റാൻഡ് ചെളി നിറഞ്ഞ സ്ഥിതിയിലാണ്. പുതുക്കി നിർമ്മിച്ച സ്റ്റാൻഡിന്റെ ഒരു ഭാഗത്ത് വലിയ കുഴിയും രൂപപ്പെട്ടു. യാത്രക്കാർക്ക് മഴ നനയാതെ കയറി നിൽക്കാൻ സൗകര്യവുമില്ല. വെയിറ്റിംഗ് ഷെഡാകട്ടെ വളരെ ചെറുതാണ്. പ്രവേശന കവാടം വീതിയില്ലാത്തതിനാൽ ബസ്സുകൾ സുഗമമായി കടന്നു പോകുന്നതിന് തടസ്സമാണ്. ഇതര വാഹനങ്ങളുടെ കടന്നുകയറ്റവും സ്റ്റാൻഡിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. ന്യൂനതകൾ പരിഹരിക്കാൻ ശാസ്താംകോട്ട ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ തയ്യാറാകണമെന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്ക് സെക്രട്ടറി അഷ്റഫ് സഫ പറഞ്ഞു. കുന്നത്തൂരിൻ്റെ സ്ഥിരാകേന്ദ്രമായ ഭരണിക്കാവ് ഒരു പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ ഓഗസ്റ്റ് 1 മുതൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. KSRTC ഉൾപ്പെടെയുള്ള എല്ലാ സ്വകാര്യ ബസ്സുകളും അതിനകത്ത് കയറുകയും സർവീസ് നടത്തുകയും ജനങ്ങൾ നെഞ്ചിലേറ്റിരിക്കുകയാണ്. ജനങ്ങളും നാടും ഈ ബസ് സ്റ്റാൻഡിനെ നെഞ്ചിലേറ്റി. പക്ഷേ ഇതിനകത്ത് കുറേ അസൗകര്യങ്ങൾ ഇനിയും അധികാരികൾ ചെയ്യാനുണ്ട്. അടിസ്ഥാനപരമായി ടോയ്ലറ്റ് ബ്ലോക്കുകൾ, വണ്ടി ഡ്രൈവേകൾ വൃത്തിയാക്കാനുണ്ട്. അവിടെല്ലാം അതിന് അതിയായ സ്ഥലമുണ്ട്. പക്ഷേ ഇതൊന്നും എത്രയും വേഗം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം അവിടെ എത്തിച്ചേർന്ന എല്ലാ യാത്രക്കാരും സ്റ്റാൻഡിനെ ആശ്രയിച്ചു തുടങ്ങി. എവിടെയും ചർച്ച ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിനെ പറ്റിയാണ്. തീർച്ചയായും നല്ലൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ 10-11 വർഷക്കാലമായി തീരുമാനങ്ങൾ എടുക്കുമെങ്കിലും അത് യാഥാർത്ഥ്യമായില്ല. ഞങ്ങളുടെ അതായത് സ്വകാര്യ ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും ശക്തമായ നിലപാട് കാരണം ഇത്തവണ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഭരണിക്കാവ് ബസ് സ്റ്റേഷന്റെ നവീകരണത്തിന് 20 ലക്ഷം രൂപയുടെ ടെൻഡർ കഴിഞ്ഞതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ഗീത അറിയിച്ചു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെയാണ് ഫണ്ട്. മഴ മാറുന്ന മുറയ്ക്ക് തന്നെ നിർമ്മാണം ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. CH മുഹമ്മദ് കോയ അനുസ്മരണവും മെറിറ്റ് അവാർഡ് വിതരണവും ശാസ്താംകോട്ടയിൽ നടത്തി. CH കൾച്ചറൽ സെന്ററും മുസ്ലിം ലീഗ് പ്രവർത്തക കൂട്ടായ്മയും സംയുക്തമായാണ് അനുസ്മരണവും മെറിറ്റ് അവാർഡ് ദാനവും സംഘടിപ്പിച്ചത്. CH കൾച്ചറൽ സെന്ററും മുസ്ലിം ലീഗ് പ്രവർത്തന കൂട്ടായ്മയും സംയുക്തമായാണ് CH അനുസ്മരണവും മെറിറ്റ് അവാർഡ് ദാനവും ശാസ്താംകോട്ടയിൽ സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മണക്കാട് നജുമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കൈവച്ച മേഖലകളിലെല്ലാം CH മുഹമ്മദ് കോയ അതുല്യ പ്രതിഭയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിലാളി സംഘടനയ്ക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്തിട്ടുള്ള ഉസ്മാൻ സാഹിബ്, ഈ വേദിയിൽ ഇരിക്കേണ്ടതാണ് എങ്കിലും താഴെ ഇരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഉസ്മാൻ സാഹിബിന്റെ കൂടെ ഇരിക്കേണ്ടവരാണ് അലിയാർ സാഹിബ്. അദ്ദേഹം ഒരു സഹകാരി കൂടിയായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ സുനിൽ, നൗഷാദ് സാഹിബ്, മൊഹിദ്ദീൻ സാഹിബ്, സലീം സാഹിബ്, അബ്ദുൽ സാഹിബ്, ജാഫർ സാഹിബ്, സഹോദരിമാരെ, ഭീകരായ ഉന്നത വിജയം നേടിയ അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു. കാട്ടൂർ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കക്കാക്കുന്ന് ഉസ്മാൻ കുഞ്ഞ് അവാർഡ് ദാനം നിർവഹിച്ചു.
വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി മീര റാണി, താസ മൊയ്തീൻ കുഞ്ഞ്, സിയാദ് ചൊല്ലിക്കണ്ടം, അലിയാരുകുട്ടി, ബഷീർ റാവുത്തർ, ഹബീബ് റഹ്മാൻ, സലിം വിളയിൽ, പോരുവഴി ശിഹാബ്, നൌഷാദ് ഇന്ത്യയിൽ, സയ്യിദ് സുലൈമാൻ, മുഹമ്മദ് ഹനീഫ, ജാഫർ കൊച്ചുതുണ്ടിൽ, പോരുവഴി ഹുസൈൻ, അനസ് മൈനാഗപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ശാസ്താംകോട്ട BRCയുടെ നേതൃത്വത്തിൽ ചങ്ങാതിക്കൂട്ടം പരിപാടി സംഘടിപ്പിച്ചു. ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന കിടപ്പിലായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനും സാമൂഹിക ഉൾച്ചേർക്കലിനും വേണ്ടി സമഗ്ര ശിക്ഷ കേരളം സംഘടിപ്പിക്കുന്ന സൗഹൃദ കൂട്ടായ്മയാണ് ചങ്ങാതിക്കൂട്ടം. ഇതിന്റെ ഭാഗമായി ഗൃഹാധിഷ്ഠിത പഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ വീട്ടിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുചേർന്നു. ശാസ്താംകോട്ട BRCയുടെ നേതൃത്വത്തിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ചെയ്തു വരുന്ന വിദ്യാർത്ഥികളുടെ വീട്ടിൽ അധ്യാപകരും സഹപാഠികളും ഒത്തുചേരുന്ന ഓണച്ചങ്ങാതി കൂട്ടായ്മയ്ക്കാണ് തുടക്കമായത്. പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ഗീത നിർവഹിച്ചു. കിടപ്പിലായ രോഗികളുടെ വീടുകളിലെ BRCയുടെ നേതൃത്വത്തിലുള്ള കിടപ്പിലായ രോഗികളുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു സന്ദർശനമാണ്. അവർക്കൊരു ഓണക്കിറ്റും പുടവയൊക്കെ കൊടുക്കുന്നതാണ്. കാശിനാഥ് എന്ന് പറഞ്ഞാൽ അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ ഈ വർഷം 95 പേർക്ക് കിടപ്പിലായ രോഗികൾക്ക് ഭക്ഷണക്കിറ്റ് ഓണപ്പുടവയും കൊടുത്തതിനോടൊപ്പം തന്നെ നമ്മുടെ കാശിനാഥനും ഇവിടുന്ന് പോകുന്ന ടീച്ചർമാരുടെ കൂടെ എനിക്ക് ആ കുട്ടിയെ കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. സമയമുണ്ടെങ്കിൽ ഞാൻ എത്താം. എന്നുവെച്ചാൽ നമ്മുടെ കൃഷി ഓഫീസിന്റെ നേതൃത്വത്തിലുള്ള കാർഷിക വിപണന കേന്ദ്രത്തിലെ ഓണം വിപണന മേളയാണ് 11:30 നടക്കുന്നത്. സബീന S. അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം M. രജനി, ബുഷ്ര ജെ, ലീനാസ്കറിയ, സന്തോഷ് കുമാർ, റോഷിൻ M. നായർ, രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണവിപണിക്ക് തുടക്കമായി. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയ്ക്ക് സമീപമാണ് വിപണി ആരംഭിച്ചത്. 4 വരെയാണ് വിപണി. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിലാണ് ഓണവിപണിക്ക് തുടക്കം കുറിച്ചത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണവിപണി 4 വരെയാണ് നടക്കുന്നത്. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയുടെ സമീപമാണ് വിപണിയുടെ പ്രവർത്തനം. 30% വിലക്കുറവിലാണ് ഉപഭോക്താക്കൾക്ക് വിപണിയിൽ നിന്നും സാധനങ്ങൾ ലഭ്യമാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. ശ്രീദേവി ഓണവിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും ഓച്ചിറ കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ വരുന്ന 1, 2, 3, 4 തീയതികളിലായിട്ട് ഓണ വിപണനമേള ഓച്ചിറ പടനിലത്ത് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടുകാരായ കർഷകര് നല്ല ജൈവവളം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച പച്ചക്കറിയും മറ്റ് ഉൽപ്പന്നങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും വിപണനത്തിനായി എത്തിച്ചിരിക്കുകയാണ്. എല്ലാവരും ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് പഞ്ചായത്ത് അംഗങ്ങൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷകർ, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഓണാഘോഷവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി. കൊല്ലം ട്രാക്കിന്റെ നേതൃത്വത്തിലാണ് കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഓണക്കിറ്റ് വിതരണവും നടത്തി. ട്രാക്കിന്റെ ഓണാഘോഷവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമാണ് കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ സംഘടിപ്പിച്ചത്. റോഡ് അപകടങ്ങളിൽ ഗുരുതര പരിക്കേറ്റവർക്കുള്ള ഓണക്കിറ്റുകളുടെ വിതരണം M. നൌഷാദ് MLA ഉദ്ഘാടനം ചെയ്തു. പുതിയ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫും MLA നിർവഹിച്ചു. വീണ്ടും ഒരു ആംബുലൻസും കൂടെ വന്നിട്ടുമുണ്ട്. അപ്പൊ ആ അപകടങ്ങളിൽ അപകടത്ത് കിടക്കുന്നവരെ സഹായിക്കുന്നതിനായി കൊല്ലം കോർപ്പറേഷൻ പരിധിയാണ് എടുത്തത്. അതിൽ 55 കൗൺസിലർമാർക്കും കൊടുത്തിട്ട് അവരവരുടെ വാർഡിൽ കിടപ്പ് രോഗി അപകടത്തിൽ പരിക്ക് പറ്റി ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളെ ലിസ്റ്റ് അവർ കൊടുത്തതനുസരിച്ച് അവർ എഴുതി തന്ന ഈ 55 പേരും കൂടി തന്ന മുഴുവൻ പേർക്കും ഈ ഓണക്കിറ്റ് വിതരണം ചെയ്യാൻ ട്രാക്ക് തയ്യാറായി എന്നുള്ളതാണ്. എത്ര ഉണ്ടാകുമെന്ന് അറിയാതാണ് ആവശ്യമുള്ള മൊത്തം പേർക്കും കൊടുക്കാൻ. അത് ആ സംഘടനയുടെ ഒരു ആർജവമാണ്. ഇനി എണ്ണം എത്ര വന്നാലും അത് കൈകാര്യം ചെയ്യാൻ അവരിൽ ഇതെത്തിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഇത്രയും കാലത്തെ പ്രവർത്തനം വഴി അവരുടെ പ്രവർത്തകർക്കുണ്ടായി. അത് നാട്ടിലെ ജനങ്ങളുടെ സഹകരണം കൂടി കൊണ്ടാണ്. ട്രാഫിക് ബോധവൽക്കരണ റീൽസ് മത്സര വിജയികൾക്കുള്ള സമ്മാനം ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ R. രാജീവ് വിതരണം ചെയ്തു. കലാനിലയം അനന്തപത്മനാഭനെ പരിപാടിയിൽ ആദരിച്ചു. ട്രാക്ക് വർക്കിംഗ് പ്രസിഡന്റ് R. ശരത്ചന്ദ്രൻ, സെക്രട്ടറി H. ഷാനവാസ്, മഹേഷ്, സുനിൽ ചന്ദ്രൻ, KPAC ലീലാകൃഷ്ണൻ, റമീസ്, നജീം സുൽത്താൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഉല്ലാസ് പദ്ധതിയുടെ ഭാഗമായുള്ള അക്ഷര കേരളം ജനകീയ ഡിജിറ്റൽ സർവേയുടെ ജില്ലാതല ഉദ്ഘാടനം പടിഞ്ഞാറെ കല്ലടയിൽ നടത്തി. സംസ്ഥാനത്തെ പരിപൂർണ സാക്ഷരതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സാക്ഷരതാ മിഷൻ അതോറിറ്റിയാണ് പദ്ധതി സംഘടിപ്പിക്കുന്നത്.
അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഗ്രാമപ്രദേശത്ത് അല്ലയോ? ഇത് നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ എല്ലാം പേരാണ്. മോൻ്റെ പേരെന്താ? മാധവ്. അതാ ചെയ്യുന്നത് കേട്ടോ. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ പ്രാരംഭഘട്ട പ്രവർത്തനമെന്ന നിലയിൽ പഠിതാക്കളെ ഡിജിറ്റൽ സർവേയിലൂടെ കണ്ടെത്തും. 15 വയസ്സിനുമേൽ പ്രായമുള്ള 8000 നിരക്ഷരരെ ഡിജിറ്റൽ സർവേയിലൂടെ കണ്ടെത്തി പ്രേരക്മാരുടെയും വോളണ്ടറി ടീച്ചർമാരുടെയും നേതൃത്വത്തിൽ ക്ലാസുകൾ നൽകി സാക്ഷരരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉല്ലാസ് പദ്ധതിയുടെ ഭാഗമായുള്ള അക്ഷര കേരളം ജനകീയ ഡിജിറ്റൽ സർവേയുടെ ജില്ലാതല ഉദ്ഘാടനം പടിഞ്ഞാറക്കല്ലടയിൽ നടത്തി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോപൻ ഉദ്ഘാടനം ചെയ്തു. ഒരു തുല്യതാ പരീക്ഷ എന്നൊരു സമ്പ്രദായം ഏർപ്പെടുത്തി. അതായത് സ്കൂളിൽ 1ാം ക്ലാസ് പാസ്സാവുന്നത് പോലെ അതിന് തുല്യമായ സർട്ടിഫിക്കറ്റ് ഉള്ളതുപോലെ 4ാം ക്ലാസ്സിൽ തുല്യതാ പരീക്ഷ നടത്താം. അപ്പോൾ 4ാം ക്ലാസ് കുറേയധികം ആളുകൾ പാസ്സായി. 4ാം ക്ലാസ് പാസ്സായ എത്ര വയസ്സുള്ളവരൊക്കെയാണ് നോക്കണം. ഒരു 4-5 കൊല്ലം മുമ്പ് കുണ്ടറയിൽ ഞങ്ങൾ ആദരിക്കാൻ പോയത് 104 വയസ്സുള്ള ഒരു അമ്മച്ചിയാണ്. അമ്മച്ചി 4ാം ക്ലാസ് പാസ്സായി എന്നുള്ളതാണ്. അപ്പോൾ അമ്മച്ചി എത്ര വയസ്സിലാണ് 1ാം ക്ലാസ് ഈ 4ാം ക്ലാസ് പരീക്ഷ എഴുതി നോക്കി? 104ാമത്തെ വയസ്സിൽ 4ാം ക്ലാസ് പരീക്ഷ എഴുതി. പിന്നെ അതിനേക്കാൾ പ്രായമുള്ള ഒരാൾക്ക് കേരളത്തിൽ വേറെ ഇല്ലല്ലോ. അപ്പോൾ അത്രയും പ്രായമുള്ള ഒരാൾക്ക് 4ാം ക്ലാസ് പരീക്ഷ എഴുതി പാസ്സാകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അവരെ കേന്ദ്ര ഗവൺമെൻറ് ആദരിക്കുകയൊക്കെ ചെയ്യും. രാഷ്ട്രപതിയുടെ ആദരവൊക്കെ ആ വനിതയ്ക്ക് കിട്ടിയ ഈ അടുത്ത കാലത്ത് മരിച്ചു. അവരുടെ പേര് ഭാഗീരഥി അമ്മ എന്നാണ്. ഞങ്ങളവിടെ കളക്ടറൊക്കെ ആയിട്ട് ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മച്ചി ഭാഗീരഥി അമ്മ എന്ന് തന്നെ എഴുതി കാണിച്ചു. പടിഞ്ഞാറക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയോജിത അടിസ്ഥാന സാക്ഷരതാ പദ്ധതി, അതിന്റെ പേര് കൊടുത്തിരിക്കുന്ന ഉല്ലാസ് എന്നാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാക്ഷരതാ പ്രസ്ഥാനം നാടാണ് നമ്മുടേത്. ആദ്യമായി ഒരു സംസ്ഥാനം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു. പക്ഷേ തുടർ സാക്ഷരതയ്ക്കായി തുടർ പഠന കേന്ദ്രങ്ങളുണ്ട്, പ്രേരകമാരുണ്ട്. അവർ ഒട്ടേറെ ആളുകളെ തുടർന്ന് ഡിഗ്രിക്കാരും ഒക്കെയാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും സാക്ഷരതാ രംഗത്തേക്ക് വരാത്ത കുറേ ആളുകളെങ്കിലും ഉണ്ട് എന്ന തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ട് ഈ ഉല്ലാസ് എന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇവിടെയാണ് എന്ന് ഇതിന്റെ ജില്ലാ കോർഡിനേറ്ററും അസിസ്റ്റന്റ് കോർഡിനേറ്ററും എല്ലാം നമ്മളോട് പറയുമ്പോൾ വൈസ് പ്രസിഡന്റ് എൽ സുധ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രതീഷ് പ്രേരക്മാരെ ആദരിച്ചു. ജില്ലാ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ടോജോ ജേക്കബ് പദ്ധതി വിശദീകരണം നടത്തി. അസിസ്റ്റന്റ് കോർഡിനേറ്റർ ബി സജീവ് സർവേ പരിശീലനം നൽകി. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുധീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെ അംബികാകുമാരി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാലയം ശിവരാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വൈ ഷാജഹാൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ റജീല, ലൈല ബീബി, ടി ശിവരാജൻ, എസ് ഷീലാകുമാരി, എസ് സിന്ധു, ബി ത്രിദീപ് കുമാർ, എൻ ഓമനക്കുട്ടൻ പിള്ള, എൻ ശിവാനന്ദൻ, സുനിത ദാസ്, പടിഞ്ഞാറക്കല്ലട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ദിലീപ്, ബി അനിൽകുമാർ, ശങ്കരപിള്ള, കരീപ്രൻ രാജേന്ദ്രൻ, വിജയ നിർമ്മല, ബി രതിയമ്മ, രാധാമണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഭൂരഹിതർക്ക് സ്വന്തം ഭൂമി നറുക്കെടുപ്പിലൂടെ നൽകാനൊരുങ്ങി പ്രവാസി വ്യവസായി. ഇടമൺ സ്വദേശി നാസറുള്ളയാണ് തന്റെ 25 സെന്റ് ഭൂമി നറുക്കെടുപ്പിലൂടെ നൽകുന്നത്. സമ്മാന കൂപ്പണിന്റെ ആദ്യ വിൽപ്പന തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ നിർവഹിച്ചു.
ഭൂരഹിതർക്ക് തന്റെ 25 സെന്റ് ഭൂമി സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നൽകി പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ച് പ്രവാസി വ്യവസായിയായിരുന്ന ഇടമൺ സ്വദേശി നാസറുള്ള. പ്രവാസ ജീവിതത്തിലൂടെ താൻ സമ്പാദിച്ച ഭൂമി വിൽപ്പന നടക്കാത്ത സാഹചര്യത്തിലാണ് സമ്മാന കൂപ്പണിലൂടെ നറുക്കെടുപ്പ് സംഘടിപ്പിച്ച് വിജയികളാവുന്നവർക്ക് നൽകാൻ തീരുമാനിച്ചത്. ഭൂമിയില്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു താങ്ങായി മാറാനും നറുക്കെടുപ്പ് സഹായമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡിസംബർ 28 ഞായറാഴ്ചയാണ് നറുക്കെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. 1000 രൂപയാണ് കൂപ്പണിന്റെ വില. സമ്മാന കൂപ്പണിന്റെ ആദ്യ വിൽപ്പന തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ വാർഡംഗം അനീഷിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം പ്രവാസി ജീവിതം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം, അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ഉണ്ടാക്കിയ ഇത്തരത്തിലുള്ള സ്വത്തുക്കളുടെ കൂട്ടത്തിലുള്ളതാണ് ഈ പറയപ്പെടുന്ന ഞങ്ങൾ നിൽക്കുന്ന ഈ 25 സ്ഥലം എന്ന് പറയുന്നത്. ഇത് വളരെ വിലയുള്ള വസ്തുവാണ്. അപ്പോൾ നമ്മുടെ ഈ എടമൺ ഹൈസ്കൂളിന് സമീപം ഇത്രയധികം വിലപിടിപ്പുള്ളൊരു വസ്തുവാണ്. അദ്ദേഹം 25 സ്ഥലം ഒരു കൂപ്പൺ വിതരണത്തിലൂടെ നറുക്കെടുപ്പിലൂടെ നറുക്കെടുപ്പിലൂടെ വിജയികളാകുന്നവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചുള്ളത്. ഇത് വളരെ മഹത്തായ ഒരു മനസ്സിന്റെ ഉടമ എന്നുള്ള നിലയിൽ നസറുള്ള ഞാൻ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മറ്റാരും ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഈ മേഖല ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണിത്. സ്വാഭാവിക ഇത്രയും വിലയുള്ളൊരു വസ്തു, ഇടമണ്ണിന്റെ ഹൃദയഭാഗത്തുള്ള ഈ വസ്തു, ജനങ്ങൾക്ക് ഇതേ സമയത്തുള്ള ഒരു കൂപ്പൺ 1000 രൂപ എന്നുള്ള നിരക്കിൽ ആ ഒരു കൂപ്പണിന് വേണ്ടി ചിലവന്ന 1000 അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട്. എന്തായാലും ഇത് 1ാം സ്ഥാനം കിട്ടുന്നവർക്ക് ഏതാണ്ട് 7 സെന്റും 2ാം 6.5 സെന്റ് സ്ഥലവും അങ്ങനെ 4 പ്രൈസുകളായി ഏതാണ്ട് 25 സെന്റാണ് 4 പേർക്കായിട്ട് വഴിയും വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ വസ്തുവിനോട് ഞങ്ങൾ കാണാൻ കഴിഞ്ഞത് ഇതിലേക്ക് പോകുന്നതിന് വേണ്ടി വാഹനം കടന്നു പോകത്തക്കുള്ള വഴിയും അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഈ ബാക്കിയുള്ള ഈ 25 സെന്റ് സ്ഥലം ഇത്തരത്തിൽ നറുക്കെടുപ്പിലൂടെ വിജയികളായെന്ന ഭാഗ്യവാന്മാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. നറുക്കെടുപ്പിൽ 1ാം സമ്മാനം 7 സെന്റ് വസ്തുവും, 2ാം സമ്മാനം 6 സെന്റ് വസ്തുവും, 3ാം സമ്മാനം 6 സെന്റ് വസ്തുവും, 4ാം സമ്മാനം 5 സെന്റ് വസ്തുവുമാണ്. കൂടാതെ സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്യാസ് സ്റ്റൗ, മിക്സി, കുക്കർ തുടങ്ങിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് ലഭിക്കും. കഴിഞ്ഞ 30 വർഷമായി പ്രവാസി ജീവിതം നയിച്ചിരുന്ന ഇടമൺ സ്വദേശി നസറുള്ളാണ്. അദ്ദേഹം വ്യവസായ അടിസ്ഥാനത്തിൽ ഒരു വലിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. അദ്ദേഹം പ്രവാസ ജീവിതം കഴിഞ്ഞ് കൊറോണ സമയത്ത് നാട്ടിലേക്ക് തിരിച്ചു വരികയും കൊറോണ ആയതുകൊണ്ട് തിരിച്ചു പോകാൻ കഴിയാതാവുകയും ചെയ്തു. പ്രവാസി ജീവിതം നയിക്കുന്ന കാലത്ത് അദ്ദേഹം വാങ്ങിയിട്ടിരുന്ന കുറച്ച് വസ്തുക്കൾ അദ്ദേഹം ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ ജനങ്ങളെ സഹായിക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയം നടപ്പിലാക്കാനാണ് ഇന്ന് ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. ആ ആശയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 25 സെന്റ് ഭൂമി, ഏറ്റവും കണ്ണായ സ്ഥലത്ത് ഇടമൺ ഹൈസ്കൂളിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന 25 സെന്റ് ഭൂമി 4 പ്ലോട്ടുകളായി തിരിച്ചിട്ട് അതിലെ ഒരു സമ്മാന പദ്ധതി, കൂപ്പണിലൂടെ ഒരു സമ്മാന പദ്ധതി നടപ്പിലാക്കുകയാണ്. ആ സമ്മാന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ കുറേ കൂപ്പണുകൾ വിതരണം ചെയ്യുന്നു. ആ കൂപ്പൺ എടുക്കുന്ന ആളുകൾക്ക് അതിലെ 1ാം സമ്മാനം 28-ാം തീയതി 28/12/2025 ഈ നറുക്കെടുപ്പ് തീരുമാനിച്ചിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. ലഹരി കടത്ത് തടയുന്നതിന്റെ ഭാഗമായി ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയുള്ള പരിശോധന ശക്തമാക്കി. ജാക്ക് റൈസൺ ഇനത്തിൽപ്പെട്ട സ്ലീപ്പർ ഡോഗിന്റെ സഹായത്തോടെയാണ് പരിശോധന നടത്തുന്നത്. ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ ഉൾപ്പെടെ പരിശോധന നടത്തി. ഓണക്കാലത്തോടനുബന്ധിച്ചുള്ള ലഹരി കടത്ത് തടയുന്നതിന്റെ ഭാഗമായാണ് ശാസ്താംകോട്ടയിലും പരിസരത്തും ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ പരിശോധന ശക്തമാക്കിയത്. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ലഹരി മരുന്നുകൾ മണത്ത് കണ്ടെത്തുന്നതിൽ പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള ജാക്ക് റൈസൽ ഇനത്തിൽപ്പെട്ട സ്ലീപ്പർ ഡോഗാണ് പരിശോധന നടത്തുന്നത്. ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ ഡിവൈഎസ്പി മുകേഷ് ജിബിയുടെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. യാത്രക്കാരുടെ ബാഗുകളും ഡോഗ് സ്ക്വാഡ് പരിശോധിച്ചു. വരും ദിവസങ്ങളിൽ ഭരണിക്കാവ് ബസ് സ്റ്റാൻഡ്, കുണ്ടറ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി പ്രധാന സ്ഥലങ്ങളിലെല്ലാം പരിശോധനയുണ്ടാകുമെന്ന് ഡിവൈഎസ്പി പറഞ്ഞു. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ കീഴിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇനി വരുന്ന ദിവസങ്ങളിലും നമ്മുടെ K9 സ്ക്വാഡിനെ ഉപയോഗിച്ച് കേരള പോലീസിൻ്റെ K9 സ്ക്വാഡിലെ ജാക്ക് റസൽ എന്ന ഇനത്തിൽപ്പെട്ട സ്നിഫർ ഡോഗാണത്. ഇത് മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് മണത്ത് കണ്ടുപിടിക്കാൻ കഴിവുള്ള ഒരു നായയാണ്. ആ നായയുടെ പരിശീലനം, ആ നായയുടെ നേതൃത്വത്തിൽ നമ്മൾ ഭരണിക്കാവ് ബസ് സ്റ്റാൻഡ്, അതുപോലെ റെയിൽവേ സ്റ്റേഷൻ, കുണ്ടറ, പിന്നെ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ പ്രധാനപ്പെട്ട ജനങ്ങൾ യാത്രയ്ക്ക് പോകുന്ന ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ചെക്കിങ്, അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലെ നോട്ടോറിയസ് ആയിട്ടുള്ള ഇത്തരം വിൽപ്പനക്കാരുടെ വീടുകളിലുമൊക്കെ
ഈ നയം ഉപയോഗിച്ചുള്ള പരിശോധന വരും ദിവസങ്ങളിൽ ശക്തമായിട്ട് തന്നെ നടത്താനുള്ള ഒരു പരിപാടിയാണ്. ഓണക്കാലത്തോടനുബന്ധിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ ലഹരി മരുന്നുകൾ കേരളത്തിലേക്ക് കടത്തുന്നത് പതിവാണ്. ഇത് പൂർണ്ണമായും തടയുകയാണ് ലക്ഷ്യം. ലഹരി മരുന്ന് കേസുകളിൽ പ്രതികളായിട്ടുള്ളവരുടെ വീടുകളിലും ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയുണ്ടാകും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ശബരിമല സന്നിധിയെ ടൂറിസം കേന്ദ്രമായി മാറ്റാനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെങ്കിൽ എതിർക്കാൻ വിശ്വാസി സമൂഹം ഉണ്ടെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. ആചാര ലംഘനത്തിനെതിരെ നടത്തിയ സമരങ്ങളിൽ വിശ്വാസികൾക്ക് എതിരെ എടുത്ത കേസുകൾ റദ്ദു ചെയ്യണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിച്ചാൽ നടക്കാൻ പോകുന്നില്ല. ശബരിമല സന്നിധിയെ ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനുള്ള പ്ലാനാണെങ്കിൽ അതിനെ എതിർക്കാൻ കേരളത്തിലെ വിശ്വാസി സമൂഹമുണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് പറഞ്ഞു. ഇതിനകത്ത് ഗൂഢതന്ത്രം മെനഞ്ഞ് ശബരിമല സന്നിധിയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള പ്ലാനാണ് എങ്കിൽ അതിനെ എതിർക്കാൻ കേരളത്തിലെ വിശ്വാസി സമൂഹമുണ്ടാകും. തീർച്ചയായിട്ടും സാമുദായിക നേതൃത്വം വരെ പിന്തുണ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് അയ്യപ്പന്മാരെ സ്നേഹിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ശബരിമല അയ്യനോടുള്ള സ്നേഹവും അതിലേറെ ആചാരാനുഷ്ഠാന പദ്ധതിയോടുള്ള കടപ്പാടുമാണ് എന്നുള്ള ബോധ്യം ദേവസ്വം വകുപ്പ് മന്ത്രിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഉണ്ടാകണം എന്ന് ഞങ്ങൾ ഭക്തർ ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞകാല കേരളത്തിൽ ഹിന്ദു വിശ്വാസങ്ങളെ വെല്ലുവിളിച്ച് തകർത്തെറിയാൻ പരിശ്രമിച്ച് ആചാരലംഘനം നടത്തിയ ഒരു സർക്കാർ ഇപ്പോൾ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി സംഗമം നടത്തുകയാണ്. ആചാര ലംഘനത്തിനെതിരെ നടന്ന സമരങ്ങളിൽ നൂറുകണക്കിന് ആളുകൾക്കെതിരെ കേസുകൾ എടുത്തു. ആ കേസുകളെല്ലാം റദ്ദു ചെയ്യണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. നൂറുകണക്കിന് കേസുകൾ ഓരോ വ്യക്തികളുടെ പേരിലും ആ കാലഘട്ടത്തിൽ എടുത്തിരുന്നു. ഇന്നും അത് കേരളത്തിലുണ്ട്. ആ കേസുകളെല്ലാം തന്നെ കോഷ് ചെയ്ത് കളഞ്ഞ് കേസുകളെല്ലാം റദ്ദു ചെയ്ത് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നുള്ളത് നേരത്തെയും പറഞ്ഞിരുന്നു. വീണ്ടും ആ സ്റ്റേറ്റ്മെന്റിനെ ആവർത്തിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം സജീവം. പരിമിതികൾ തടസ്സമാകുന്നു. ബസ് സ്റ്റേഷന്റെ നവീകരണത്തിന് 20 ലക്ഷം രൂപയുടെ ടെൻഡർ പൂർത്തിയായതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ശാസ്താംകോട്ട BRCയുടെ നേതൃത്വത്തിൽ ചങ്ങാതിക്കൂട്ടം. ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്കായുള്ള സൗഹൃദ കൂട്ടായ്മയാണ് ചങ്ങാതിക്കൂട്ടം. വിദ്യാർത്ഥികളുടെ വീട്ടിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുചേർന്നു. ഉല്ലാസ് പദ്ധതി അക്ഷരകേരളം ജനകീയ ഡിജിറ്റൽ സർവേയുടെ ജില്ലാതല ഉദ്ഘാടനം പടിഞ്ഞാറെ കല്ലടയിൽ. സാക്ഷരതാ മിഷൻ അതോറിറ്റിയാണ് പദ്ധതി സംഘടിപ്പിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.